കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട MBA പരീക്ഷ വീണ്ടും നടത്താൻ തീരുമാനം. ഏപ്രിൽ 7-ന് പുനഃപരീക്ഷ നടത്തും. വീഴ്ച വരുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും വൈസ് ചാൻസലർ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ കോളേജുകളിലെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസായിരുന്നു നഷ്ടപ്പെട്ടത്. വീണ്ടും പരീക്ഷ നടത്താനാണ് VC-യുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന യോഗത്തിലെ തീരുമാനം. ഏപ്രിൽ 7-ന് പുനഃപരീക്ഷ. അന്ന് പരീക്ഷ എഴുതാൻ പറ്റാത്തവർക്ക് 22-നും അവസരം നൽകും. പരീക്ഷ നടത്തി 3-ാം ദിവസം ഫലപ്രഖ്യാപനം നടത്താനാണ് തീരുമാനം. പരീക്ഷ നടത്താൻ തന്നെയാണ് തീരുമാനം. 7-ാം തീയതി പരീക്ഷ നടത്തുമെന്ന് നേരത്തെ കൺട്രോളർ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റില്ല എന്ന് യൂണിവേഴ്സിറ്റിക്ക് അറിയാം. അതുകൊണ്ട് ഇതേ പരീക്ഷ തന്നെ 22-ാം തീയതിയും വീണ്ടും നടത്തും. വീഴ്ച വരുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ VC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന് ശേഷമാകും മറ്റു നടപടികൾ. അതിനിടെ പരീക്ഷ വീണ്ടും നടത്താനുള്ള തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. തീരുമാനങ്ങളൊക്കെ അവർ നേരത്തെ എടുത്തതാണ്. ഇതിലെന്തായാലും വിദ്യാർത്ഥികളെ ദ്രോഹിക്കണം എന്നുള്ള രീതി തന്നെയാണ് അവരുടെ തീരുമാനം. 7-ാം തീയതി ഡേറ്റ് മാറ്റാത്തത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ലീഗലായിട്ട് പോകുന്നതിനൊരു ഒരു തടസ്സം ഇത് സൃഷ്ടിക്കാൻ തന്നെയാണ് 7-ാം തീയതി ഡേറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു മെയിൽ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒരു സ്പെഷ്യൽ എക്സാം ഉണ്ട്, എന്താ റീസൺ ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. വീണ്ടും ഒന്നേന്ന് പഠിച്ചു തുടങ്ങണം. ഉത്തരപേപ്പർ കാണാതായ സംഭവം അറിഞ്ഞിട്ടും പരാതിപ്പെടാൻ കാലതാമസമെടുത്തതിൽ സർവകലാശാലയ്ക്ക് വീഴ്ച പറ്റിയെന്ന വൈസ് ചാൻസലർ സമ്മതിച്ചു. ഇതിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.